ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ സ്കൂളൊക്കെ തുറക്കാനായില്ലേ. ഇനി ഏകദേശം ഒരു 10 ദിവസം കൂടിയേ ഉള്ളൂ. ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് 10 ദിവസം കൂടിയേ ഉള്ളൂ. എന്നാണ് പോസ്റ്റ് ചെയ്യാൻ പറ്റുന്നതെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ അന്ന് തൊട്ട് ഇന്ന് വരെയും ബാക്ക് ടു സ്കൂൾ പ്രോപ്സ് എല്ലാം വാങ്ങാനുള്ളത് ഓൺലൈനിൽ നിന്നാണ്. ഓൺലൈൻ ഷോപ്പിൽ ഒരുപാട് പേർക്കും പേടിയുണ്ട്. എന്നാലും ഞാൻ നല്ല റിവ്യൂസും കാര്യങ്ങളൊക്കെ നോക്കി ഒരു സ്കൂൾ തുറക്കുന്നതിന് 2 ആഴ്ച മുന്നേ ഒക്കെ ബുക്ക് ചെയ്യും. അപ്പോഴത്തേക്ക് നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ റിട്ടേൺ ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ എൻ്റെ മോന് ഇതുവരെ 4 വർഷമായി പഠിക്കുന്നു. 4 വർഷവും ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് തന്നെയാണ് സാധനങ്ങൾ വാങ്ങിയിട്ടുള്ളത്. ഇത്തവണ എൻ്റെ മോളെയും കൂടെ വിടുന്നുണ്ട്. അപ്പോൾ അവൾക്കുള്ള ബേഗും അവനുള്ള ബേഗും ഒക്കെ നമ്മൾ വാങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷമൊന്നും എനിക്ക് ചാനൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ വർഷം ചാനലുണ്ട്. എന്തൊക്കെയാണ് വാങ്ങിയിട്ടുള്ളത് നിങ്ങൾക്കൊക്കെ ഉപകാരപ്പെടുമല്ലോ. കാരണം നമ്മൾ നാട്ടുമ്പുറത്തായതുകൊണ്ടും ഒരുപാട് പുരോഗമിച്ചിട്ടില്ലാത്ത സിറ്റി ആയതുകൊണ്ടും നമുക്ക് ഒരുപാട് നല്ല സാധനങ്ങൾ കിട്ടത്തില്ല. ഓൺലൈൻ നോക്കി വാങ്ങുമ്പോൾ നല്ല വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങൾ റേറ്റ് കുറവിൽ ക്വാളിറ്റി ഉള്ളത് നമുക്ക് കിട്ടും. അപ്പോൾ അതൊക്കെയാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. ഓൺലൈൻ ഷോപ്പിങ്ങിനെ പറ്റി ആരും പേടിക്കേണ്ട. ഞാൻ ഏകദേശം 4 വർഷം കൊണ്ട് സ്കൂളിലെ സാധനങ്ങളെല്ലാം ഫ്ലിപ്കാർട്ടിൽ തന്നെയാണ് വാങ്ങുന്നത്. എല്ലാത്തിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, അത് ചെക്ക് ചെയ്ത് നോക്കാം. ആദ്യമായിട്ട് 2 സ്കൂൾ ബാഗാണ്. ഒന്ന് യൂണിക്കോൺ തീമിലാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്, ഒന്ന് ആസ്ട്രോണന്റ് തീമിലാണ് വാങ്ങിയിട്ടുള്ളത്. ഇതിനകത്ത് വരുമ്പം അവരുടെ തീം എന്ന് പറയുന്നത് യൂണിക്കോൺ ആയതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ സാധനങ്ങളും യൂണിക്കോൺ വാങ്ങാൻ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഏകദേശം നമ്മളെ പെൻസിൽ ബോക്സ് ആണെങ്കിലും അതുപോലെ തന്നെ ഷാർപ്പനർ ആണെങ്കിലും എല്ലാം ഞാൻ യൂണിക്കോണിലാണ് മേടിച്ചിട്ടുള്ളത്. അതേപോലെ ലഞ്ച് ബാഗ് യൂണിക്കോൺ തീമിലാണ് വാങ്ങിയിട്ടുള്ളത്. കുറേയൊക്കെ ഒരു ഇറൈസറും കാര്യങ്ങളും എല്ലാം ഞാൻ യൂണിക്കോണിലും അതുപോലെ തന്നെ പർപ്പിൾ പിങ്ക് തീമിൽ അവിടെ എല്ലാ സാധനങ്ങളും വാങ്ങാൻ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ആദ്യം വരുന്നത് ഇറൈസർ കാണിച്ചുതരാം. നമ്മൾ നോർമലി വാങ്ങാറുള്ള ഇറൈസറിന് ഷാർപ്പനറിനെക്കാട്ടിലും കുറച്ചും കൂടി ഭംഗിയുള്ള അതുപോലെ തന്നെ നല്ല വെറൈറ്റി ഷേപ്പിലുള്ള ഒരു ഇറൈസറാണ്, ഷാർപ്പനറാണ്. തിരിഞ്ഞു പോകുന്നത് ഗൈസ്, അതാണ് വാങ്ങുന്നത്. ഇവിടെയാണ് നമ്മൾ പെൻസിൽ വെക്കുക. പെൻസിൽ ഞാൻ വാങ്ങിയിട്ടില്ല, അതുകൊണ്ട് എനിക്ക് കാണിക്കാൻ പറ്റുന്നില്ല. ഇതിനകത്ത് പെൻസിൽ വെക്കണം, ഇവിടെ വെച്ച് ഇങ്ങനെ നമ്മൾ കറക്കണം. അപ്പോൾ ഷാർപ്പായിട്ട് കിട്ടും. നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ്. എല്ലാത്തിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. റേറ്റ് ഞാൻ സൈഡിൽ സ്ക്രീൻഷോട്ട് കൊടുത്തേക്കാം കേട്ടോ. ഓക്കെ, അടുത്തത് വരാൻ നേരത്ത് ഒരു ബസ്സിൻ്റെ ഷേപ്പിൽ വരുന്ന യൂണിക്കോൺ പ്രിന്റ് വരുന്ന തന്നെയുള്ള ഒരു പെൻസിൽ ബോക്സ് ആണ്. അതിനകത്ത് നമുക്ക് ടയറൊക്കെ ഉണ്ട്. കുഞ്ഞുങ്ങൾക്ക് അത്യാവശ്യം ഈ സാധനങ്ങളൊക്കെ കിട്ടുമ്പോൾ തന്നെ സ്കൂളിൽ പോകാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. എത്ര ദിവസം ഉണ്ടാവും എന്നറിയില്ല, എന്നാലും ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. 2 ലെയർ വരുന്ന അത്യാവശ്യം നല്ല സ്റ്റോറേജ് ഒക്കെ ഉള്ള ഒരു പെൻസിൽ ബോക്സ് ആണ് വരുന്നത്. പിന്നീട് ബാഗിന്റെ കാര്യം പറയാനാണെങ്കിൽ ഫസ്റ്റ് ഒരു റോ ഉണ്ട്, സെക്കൻഡ് ഒരു റോ ഉണ്ട്, തേർഡ് റോ ഉണ്ട്. കുറച്ചൊരു വലിയ ഇതാണ് കേട്ടോ ബാഗ്. കുറച്ച് ഞാൻ ഇത്രയും വലുത് പ്രതീക്ഷിച്ചില്ല, ഒരു കുഞ്ഞതായിരുന്നു ഞാൻ ആഗ്രഹിച്ചത്. പക്ഷെ എനിക്കിത് കണ്ടിട്ട് റിട്ടേൺ അടിക്കാൻ തോന്നില്ല. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു യൂണിക്കോൺ പ്രിന്റ് വരുന്ന ഒരു നല്ല ബാഗാണ്. 700 സംതിങ് ആണ് ഇതിന്റെ റേറ്റ് വരുന്നത്. ഞാൻ സ്ക്രീൻഷോട്ട് കൊടുത്തേക്കാം കേട്ടോ. നെക്സ്റ്റ് വരുന്നത് നമ്മളെ ലഞ്ച് ബാഗാണ്. ഇത് 200 രൂപയുടെ താഴെ വരുന്ന ലഞ്ച് ബാഗാണ്. അതിനകത്ത് തന്നെ നമ്മൾ നല്ല സ്പേസ് ഉള്ള ലഞ്ച് ബാഗാണ് കേട്ടോ. ഇത്രയും വലിയ സ്പേസ് ഉണ്ട് അതിനകത്ത്. യൂണിക്കോൺ തീമിൽ തന്നെയുള്ള വാട്ടർ ബോട്ടിലാണ് വാങ്ങിയിട്ടുള്ളത്. ഒരു വെറൈറ്റി ആയിട്ടുള്ള നോർമലി ഉള്ള വാട്ടർ ബോട്ടിലും കാണും. അകത്ത് സ്റ്റീൽ തന്നെയാണ്, പക്ഷേ പുറമേ സ്റ്റീൽ തന്നെയാണ് കേട്ടോ. കളർ മാത്രമാണ് ഉള്ളത്. നല്ല സാധനമാണ്. ഇതിൻ്റെ എല്ലാം സ്ക്രീൻഷോട്ട് കൊടുത്തേക്കാം. നെക്സ്റ്റ് എനിക്ക് യൂണിക്കോൺ പ്രിന്റ് കിട്ടിയില്ല. അടുത്തത് ലഞ്ച് ബോക്സ് ആണ്. സ്നാക്സ് ബോക്സ് ആയിട്ട് കൊടുത്തു ഇടാനായിട്ട് വാങ്ങിയിട്ടുള്ളതാണ്. ഇതിങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റും. നമുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ അതിനകത്ത് ഒരു ചെറിയൊരു കമ്പാർട്ട്മെന്റ് ഉണ്ട്. അതിനോടൊരു ഫോർക്കുണ്ട്. അതിനകത്ത് സ്റ്റീൽ തന്നെയാണ് കേട്ടോ ഉള്ളത്. ആൻഡ് നെക്സ്റ്റ് വന്നിട്ട് ഇത് ലഞ്ച് ബോക്സ് തന്നെയാണ്. ഇത് പക്ഷേ ഈ വർഷം വാങ്ങിയതല്ല, കഴിഞ്ഞ വർഷം മോന് വാങ്ങിയപ്പോൾ അവന് യൂസ് ചെയ്യാതെ ഇരുന്നപ്പോൾ അവൾക്കായിട്ട് മാറ്റി വെച്ചിരിക്കുന്നതാണ്. എന്നാലും അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. ആൻഡ് നെക്സ്റ്റ് നമുക്ക് ആസ്ട്രോണന്റ് തീം നോക്കാം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ക്യൂട്ട് ബാഗാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ ഒരു കുഞ്ഞ് റോബോട്ട് പോലത്തെ സാധനം, റോബോട്ടല്ല, ആസ്ട്രോണന്റ് ഇങ്ങനെ പൊങ്ങി ഇപ്പോണ്ട്. നല്ല ഭംഗിയുണ്ട്. പക്ഷെ 2 കമ്പാർട്ട്മെന്റേ ഉള്ളൂ. എന്നാലും അത്യാവശ്യം നല്ല സ്റ്റോറേജ് ഒക്കെ ഉള്ള സാധനം തന്നെയാണ് കേട്ടോ. അതുപോലെ തന്നെ ആസ്ട്രോണന്റിന്റെ തന്നെ പെൻസിൽ ബോക്സ് ആണ് അവന് വാങ്ങിയിട്ടുള്ളത്. അവന് കഴിഞ്ഞ തവണ കാർ ടൈപ്പ് ആയിരുന്നു, പിന്നെ ബസ് ടൈപ്പ് ഒക്കെ അവന് വാങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ വെറൈറ്റി ആയിട്ട് വാങ്ങിയിട്ടുള്ളതാണ്. ഇവിടെ നമുക്ക് പ്രസ് ചെയ്യാൻ നേരത്തിന് ഓരോന്നായിട്ട് ഓപ്പൺ ചെയ്ത് വരും. ഒരു കട്ടർ, അതുപോലെ തന്നെ ഇവിടെ നമുക്ക് പെൻസിൽ വെച്ചിട്ട് കട്ട് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഒരു കുഞ്ഞു കമ്പാർട്ട്മെന്റ് ഉണ്ട്. നമുക്ക് അവിടെ എന്തെങ്കിലും സ്റ്റോർ ചെയ്യാം. പിന്നെ ഇവിടെ എഴുതി പേരും ക്ലാസ്സും ഒക്കെ എഴുതി വെക്കാനുള്ള സ്ഥലമുണ്ട്. ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇത് ലോക്ക്ഡ് ആണ് കേട്ടോ. നമുക്ക് ഇതിനകത്തൊരു പാസ്വേഡ് വരുന്നുണ്ട്. പാസ്വേഡ് സൈഡിൽ എഴുതിയിരിക്കും. ആ പാസ്വേഡ് വെച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് ഓപ്പൺ ആക്കാൻ പറ്റത്തുള്ളൂ. ലോക്കാണ്.
ആ പാസ്വേഡ് കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക, പറയാൻ പറ്റുന്ന രീതിക്ക് ആകുമ്പോൾ മാത്രം എടുക്കുക. എന്നിട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ തുറന്ന് വരും. പിന്നെ ഇതിലുള്ള ഏതൊരെണ്ണം പ്രസ് ചെയ്യുമ്പോൾ ഈ പെൻസിൽ തന്നെ ഇത് ഇങ്ങനെ പൊങ്ങി വരും. അതിൻ്റെ നെക്സ്റ്റ് ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടെയും നമുക്ക് അത്യാവശ്യം നല്ല സ്റ്റോറേജ് ഉള്ളത് തന്നെയാണ് കേട്ടോ. പെൻസിലും സാധനങ്ങളൊക്കെ വെക്കാം. അത്യാവശ്യം നല്ലൊരു സാധനമാണ്. ഇതും ഏകദേശം ഒരു 300 രൂപേൻ്റെ താഴെ ഇതിനും റേറ്റ് വന്നിട്ടുള്ളൂ. അടുത്തത് നമുക്ക് ആസ്ട്രോണന്റിൻ്റെ തന്നെ ആ നേരത്തെ കാണിച്ച അതേ ഷാർപ്പനറാണ്. കഴിഞ്ഞ വർഷം അവൻ ഇതിൻ്റെ ഇരിക്കുന്ന ഒരു ആസ്ട്രോണന്റിൻ്റെ കുട്ടിയായിരുന്നു. അപ്പോൾ നമുക്ക് നിൽക്കുന്ന ഒരെണ്ണമാണ്. നല്ല ഇവിടെ തന്നെ പെൻസിൽ വയ്ക്കുക, ഇവിടെ നമുക്ക് കറക്കുമ്പോൾ ഷാർപ്പ് ചെയ്യാൻ പറ്റും. അതിൻ്റെ നെക്സ്റ്റ് വന്നിട്ട് ഞാനിത് ആസ്ട്രോണന്റ് തീമിൽ തന്നെ കൊടുത്തിട്ടുള്ള ലഞ്ച് ബാഗായിരുന്നു. പക്ഷേ വന്നപ്പോൾ സ്പൈഡർമാൻ ആയിരുന്നു. അവന് ഇഷ്ടപ്പെട്ടതുകൊണ്ട് പിന്നെ മാറ്റിയില്ല. പിന്നെ ബാഗുമായിട്ട് മാച്ചിങ് ഉള്ളത് കൊണ്ട് ഞാൻ റിട്ടേൺ അടിച്ചില്ല. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ്. 100 രൂപേൻ്റെ താഴെയുള്ളൂ. അവൻ ഇത്തവണ സ്നാക്സ് ഉള്ളത് കൊണ്ടും ഞാൻ ബ്ലൂ കളറെ നോക്കിയുള്ളതുള്ള പ്രിന്റ് യൂണിക്കോൺ ആയിപ്പോയി. നേരത്തെ കാണിച്ച അതേ സെയിം സ്നാക്സ് ബോക്സ് തന്നെയാണ്. നേരത്തെ നമ്മൾ മോൾക്ക് കാണിച്ചില്ലേ, ആ സെയിം സാധനമാണ്. തുറന്നു വരും മകന്. ഒരു ഫോർക്കും ഇതൊക്കെ ഉള്ള സാധനം തന്നെയാണ് സ്നാക്സ് ബോക്സ് വരുന്നത്. അടുത്തത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ലഞ്ച് ബോക്സ് ആണ്. ഇത് ഫൈബറാണ്, പൊട്ടത്തൊന്നുമില്ല. നല്ല ക്യൂട്ടായിട്ടുള്ള ക്വാളിറ്റി ഉള്ള ഒരു ലഞ്ച് ബോക്സ് ആണ് കേട്ടോ. നമുക്ക് തുറക്കാൻ പറ്റുന്ന രീതിക്ക്. നോർമലി നമ്മൾ ചോറ്റുപാത്രം കൊടുത്തു വിടുന്നതിനേക്കാളും കുറച്ചും കൂടെ വ്യത്യാസമായിട്ടാണ് സ്റ്റീലിൻ്റെ തന്നെ വരുന്നത്. അതിനകത്തൊരു സ്പൂണ് വരുന്നുണ്ട്, ഒരു കുഞ്ഞ് കണ്ടെയ്നറും കൂടി അകത്ത് വരുന്നുണ്ട്. നമുക്ക് കറിയൊക്കെ കൊടുത്തുവിടാൻ പാകത്തിനുള്ളതാണ് കേട്ടോ അത്. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ലഞ്ച് ബോക്സ് ആണ്. ഇതിൻ്റെയും സ്ക്രീൻഷോട്ട് കൊടുത്തേക്ക്. നമ്മൾ വീഡിയോ ഒരുപാട് ലാഗ് ആക്കുന്നില്ല. ആൻഡ് നെക്സ്റ്റ് പറയാനുള്ളത് ഈ വാട്ടർ ബോട്ടിലാണ്. ശരിക്കും ഇതല്ലായിരുന്നു ഞാൻ കൊടുത്ത പ്രിന്റ്, ആസ്ട്രോണന്റ് പ്രിന്റ് തന്നെയായിരുന്നു കൊടുത്തത്. വന്നപ്പോൾ ഇങ്ങനെ ഒരു ബോട്ടിലാണ് വന്നത്. ബട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല നമ്മൾ ഈ സ്ട്രീറ്റിലൊക്കെ പെയിന്റ് ചെയ്യുന്ന ഇതിന് ഈ പെയിന്റിങ്ങിന് എന്തോ ഒരു പേര് പറയും, ആക്ച്വലി എനിക്ക് അറിയത്തില്ല. പക്ഷെ നല്ല പ്രിന്റ്, നല്ല ഭംഗിയുള്ളൊരു പ്രിന്റ്. ഇതിൻ്റെ കൂടെ വേറൊരു എക്സ്ട്രാ അടപ്പൊടിയുണ്ട്. നമുക്ക് ഇതല്ലാതെ വെക്കാൻ പറ്റുന്ന നോർമൽ സ്റ്റീലിൻ്റെ ഒരു അടപ്പുണ്ട്. പക്ഷെ അത് ഞാൻ വെച്ചിട്ടില്ല. അവന് സിപ്പ് ചെയ്ത് കുടിക്കുന്നതാണ് അവന് കുറച്ചും കൂടി കംഫർട്ടായിട്ടുള്ളത്. അതുകൊണ്ട് അത് ഞാൻ വെച്ചിട്ടില്ല. അപ്പോൾ ലഞ്ച് ബോക്സ് എല്ലാം കഴിഞ്ഞു. പിന്നെ വരാനുള്ളത് ഇറേസറാണ്. എനിക്കെല്ലാം കുഞ്ഞുങ്ങൾക്ക് വെറൈറ്റി ആയിട്ട് കൊടുക്കണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ട് തന്നെ ഞാൻ കണ്ടുപിടിച്ച് വെറൈറ്റി നോക്കി പിടിക്കുന്ന ഒരാളാണ്. ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു ഐസ്ക്രീം ആണെന്ന് തോന്നുമെങ്കിലും ഇത് ഐസ്ക്രീം അല്ല ഗൈസ്, ഇത് ഇറേസറാണ്. ഇങ്ങനെ നമുക്ക് കോലേജിൻ്റെ രൂപത്തിൽ തുറക്കാം. അതിനകത്തൊരു കുഞ്ഞ് ഇറേസർ വരുന്നുണ്ട്. കുഞ്ഞതാണത്. നല്ല ഭംഗിയുള്ള തിരിച്ചതിൽ തന്നെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. അതിൻ്റെ നെക്സ്റ്റ് എൻ്റെ പെൺകുട്ടിക്ക് വേണ്ടി ലിപ്സ്റ്റിക്കിൻ്റെ ലിപ്സ്റ്റിക്കിൻ്റെ ഷേപ്പിൽ വരുന്ന ഇറേസേഴ്സാണ്. പല കളറുണ്ട് കേട്ടോ. അതിലൊരു ആസ്ട്രോണറ്റ് ഉണ്ട്. അവനത് വേണമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ആൺകുട്ടികൾക്ക് എനിക്ക് അത്രയ്ക്ക് ലിപ്സ്റ്റിക്കിനകത്ത് കൊടുക്കാനൊരു ഇതില്ലാത്തത് കൊണ്ട് ഞാൻ അതവിടെ വെച്ചേക്കുന്നു. അത് വേണമെന്ന് വാശി പിടിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും കൊടുക്കും. നെക്സ്റ്റ് ഞാൻ ഒരുപാട് നാൾ നമ്മുടെ ഇവിടെയൊക്കെ തപ്പി നടന്നിട്ട് കിട്ടാത്ത സാധനമായിരുന്നു സ്കെയില്. 4 സ്കെയിലിന് 162 രൂപയാണ് വരുന്നത്. ഇതാവുമ്പോൾ നമുക്ക് ഇതിനകത്ത് വെക്കാനും പറ്റും, പെൻസിൽ ബോക്സിനകത്ത് സ്റ്റോർ ചെയ്യാനും പറ്റും, ആൻഡ് നമുക്കിത് എക്സ്റ്റെൻഡ് ചെയ്യാനും പറ്റും. അവർക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും. ഇങ്ങനെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. 30 സെൻറ്റിമീറ്ററോടെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് സ്കെയിലാണ്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ നമ്മളെ ബാക്ക് ടു സ്കൂൾ പ്രോപ്സ്. ഇതിൻ്റെ എല്ലാ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ഏത് വേണമെന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ വാങ്ങിയിട്ടുള്ള ഇത്രയും സാധനങ്ങൾ നിങ്ങൾ ട്രസ്റ്റ് ചെയ്ത് വാങ്ങിക്കാം. അപ്പോൾ എപ്പോഴും നിങ്ങൾ ഒരുപോലത്തെ സാധനങ്ങൾ വാങ്ങി മടുത്തു കുഞ്ഞുങ്ങൾക്ക് വെറൈറ്റി ആയിട്ടുള്ളതൊക്കെ വാങ്ങി കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഈ പ്രോഡക്റ്റ്സ് ഒക്കെ വാങ്ങി കൊടുക്കാൻ. നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ്. മാത്രമല്ല അഫോർഡബിൾ റേറ്റിന് നമുക്ക് കിട്ടുന്നതാണ്. വിശ്വസിച്ച് വാങ്ങാം. നോർമലി ഉള്ള കുഞ്ഞുങ്ങൾ കൊണ്ടുവന്നതിനേക്കാളും വെറൈറ്റി ആയിട്ട് നമ്മളെ കുഞ്ഞുങ്ങൾ പോകണം എന്നുള്ള ആഗ്രഹമുള്ള എല്ലാവർക്കും ലിങ്ക് താഴെ നമ്മൾ ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് നോക്കി വാങ്ങിക്കുക. ഓക്കെ, ബൈ.